കൂട്ടിക്കൊണ്ടുപോയി ഒരു കൊച്ചിനാദ്യം പാലായി ജംഗ്ഷനിൽ നിന്ന് ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുത്തു. മൂത്ത കൊച്ച് ഫ്രൂട്ടിയുടെ പാക്കറ്റിലേക്ക് തന്നെ സ്ട്രോ തള്ളിക്കയറ്റി വലിച്ചു കുടിച്ചു. അപ്പോൾ നല്ല സ്വാദ്, ഒന്നാം തരം ഫ്രൂട്ടി. രണ്ടാമത്തെ കൊച്ചിനിത് വലിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അപ്പം നുളയ്ക്കുന്നു അകത്ത് പുഴു. ഉടനെ മാറ്റി ഒരെണ്ണവും കൂടെ വാങ്ങിച്ചൊഴിച്ചു. ഇപ്പം കടക്കാരൻ പറഞ്ഞു വേണമെങ്കിൽ കുടിച്ചാൽ മതി, ഇനി പൊട്ടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല. ഇതുവരെ തന്തയും തള്ളയും കുടിച്ചപ്പോഴും വിചാരിച്ചത് മാങ്ങായുടെ നായരാ ഇതിനകത്തിരിക്കുന്നതെന്നാ. ചില്ലിൻ വെള്ള ഗ്ലാസിൽ പകർന്നപ്പോഴാ മനസ്സിലായത് ഇവൻ അനങ്ങുന്നുണ്ടെന്ന്. മനസ്സിലായില്ല. മാമ്പഴച്ചാറിലെ ഫ്രൂട്ടിയിലെ നായർ അനങ്ങുന്നുണ്ടെന്ന് അന്നേരാ മനസ്സിലായത്. അതുകൊണ്ട് ഇത് രസം കൊണ്ട് കഴിക്കുന്നതാണ്, രസനയുടെ ആർത്തി കൊണ്ടാണ്. രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നർത്ഥം ഒന്ന്. രണ്ട്, അവിടെ വെച്ച് തന്നെ ഞാനല്ലാതായിത്തീർന്നു എന്ന മൃത്യു വേറൊന്ന്. എല്ലാ വിഷയങ്ങളും അതിൻ്റെ വൈകാരിക തലത്തിൽ ഒരുവനെ അവൻ അല്ലാതാക്കുന്നു. അതുകൊണ്ട് വിഷം എന്നതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലായില്ല. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, മണോദയ, ഗന്ധോദയ. നല്ല ഗന്ധങ്ങൾ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കും. അതുകൊണ്ട് ഗന്ധവും, നല്ല അവിയലൊക്കെ വെച്ചാൽ പിന്നെ ഉണ്ണാതെ പറ്റുകയില്ല. ചില പഴങ്ങളൊക്കെ പഴുത്തു നിൽക്കുമ്പോൾ നല്ല ഗന്ധം വന്നാൽ തിന്നാതെ പറ്റില്ല. വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ഒരെണ്ണാവാം. അപ്പോൾ അവനല്ലാതായി. ഇപ്പൊ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധാദികൾ ബന്ധിക്കുന്നവയാണ്, വിഷവുമാണ്. അതിനെ കുറെ കൂടെ ഉയർന്ന മാനദണ്ഡത്തിൽ വിഷമാണ് എന്ന് പറയാതെ വിഷത്തെ എപ്രകാരമാണോ ത്യജിക്കുന്നത് അതുപോലെ ഈ വിഷയങ്ങളെ നീ മുക്തി ഇച്ഛിക്കുന്നുവെങ്കിൽ ത്യജിക്കുക. ഉപനിഷത്തുകളും വേദങ്ങളും ഗീതയും ഇത് തന്നെയാണ് പറയുന്നത്. വിഷയാവിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ഗീതയിൽ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മോക്തുമിച്ഛസി ഹേ താത വിഷയാൻ വിഷവത്യജ. മുക്തി നീ ഇച്ഛിക്കുന്നു എങ്കിൽ നിന്റെ മുക്തിക്ക് തടസ്സമുണ്ടാക്കുന്ന, നിന്നെ ബന്ധിക്കുന്ന വസ്തുവിഷയങ്ങളാണ്. വേറൊന്നും നിന്നെ ബന്ധിക്കുന്നില്ല. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമെന്ന 5 വിഷയങ്ങൾ മാത്രമാണ് എല്ലാവരെയും ബന്ധിക്കുന്നത്. അച്ഛനോടും അമ്മയോടും മക്കളോടും നാടിനോടും ഒക്കെയുള്ള പ്രിയം ഈ വിഷയബന്ധമാണ്. കടമയും കടപ്പാടും ഒന്നുമല്ല. എനിക്ക് ഈ വിഷയബന്ധമില്ലാത്തിടത്തൊരു കടപ്പാടുമില്ല. മനസ്സിലായില്ല. ഭാര്യയോടുള്ള കടപ്പാട് തീർക്കാൻ പോകുന്നവൻ തന്തയും തള്ളയും നോക്കാൻ ഹോം നേഴ്സിനെയാണ് വെച്ചിരിക്കുന്നത്. തന്തയോടും തള്ളയോടുമുള്ള കടപ്പാട് തീർക്കാൻ പോകുന്നവൻ ഭാര്യയെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഏത് കടപ്പാടിനെ പറ്റി പറയുന്ന മഹാനും ഒന്നുപേക്ഷിച്ചിട്ടാണ് ഒന്നിൻ്റെ പിന്നാലെ പോകുന്നത്. റൈറ്റ്. പക്ഷെ കേൾക്കുന്നവന് ഒരെണ്ണം മാത്രം നോക്കുമ്പോൾ ശരിയാണ്. ഇത്ര നല്ലവൻ, അമ്മയെ നോക്കുന്നല്ലോ,
അച്ഛനെ നോക്കുന്നല്ലോ. കടപ്പാട് അമ്മയോടും അച്ഛനോടും എന്ന പോലെ അപ്പുറത്തും തുല്യമാണ്. കാരണം അതും അമ്മയാണ്. ഇത് അവനെ പ്രസവിച്ച അവൻ്റെ സഹോദരങ്ങളെയും പ്രസവിച്ച അമ്മ, അത് അവനെ മാത്രം പ്രസവിച്ച അമ്മ. ഇതാ പൗരാണിക സങ്കല്പം. അതുകൊണ്ട് ജായ എന്നേ പറയുള്ളൂ പൗരാണികർ. ഭാര്യ എന്ന പദവിയില്ല, ഭരിക്കപ്പെടേണ്ടവളെന്നൊരർത്ഥമില്ല സ്ത്രീക്ക്. ജായ എന്നൊരു പദമേ അവർക്കുള്ളൂ. ജനിപ്പിച്ചവൾ. ആരെ ജനിപ്പിച്ചു? അവനെ ജനിപ്പിച്ചു. അതുകൊണ്ട് അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവളും അവൻ അമ്മയായി. അവൾ അവൻ്റെ പോറ്റമ്മ. സംസ്കാരത്തിൻ്റെ പദവാക്യങ്ങൾക്ക് ഭംഗി കൂടും. നിങ്ങൾക്ക് കൂടുമോ എന്നെനിക്കറിയില്ല. ഇങ്ങനൊരു അർത്ഥമുണ്ടെന്ന് അറിയുമോന്നും അറിയില്ല. എന്നെ എൻ്റെ ഭാര്യ അവളിലാക്കി എൻ്റെ പുത്രനായി എന്നെ ജനിപ്പിക്കുമ്പോൾ ആത്മാവൈ പുത്രനാമാസി. അവളെൻ്റെ അമ്മയാണ് ആ പ്രസവത്തോടെ. അതുകൊണ്ട് ആ ബഹുമാന ആദരവുകളോടെ വേണം അവളോട് പെരുമാറാൻ. കേട്ടിട്ടില്ല? കേട്ടിട്ടേയില്ല. കഷ്ടം, കഷ്ടം. അല്ലാതെ എന്നാൽ ഭരിക്കപ്പെടേണ്ടവളല്ല അവൾ. അവൾ ഭർത്തൃയാണ്, എന്നെയും കൂടെ ഭരിക്കേണ്ടവളാണ്. അതിൻ്റെയൊക്കെ സംസ്കൃതി വേറെ, അത് നമുക്ക് പിന്നെ ആവാം. ഇതിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടെയും കടമയുണ്ട്, അപ്പം ഇവിടെയും കടമയുണ്ട്. കടമ ലോകത്തോടുമുണ്ട്, കടമ ചരാചരങ്ങളോടെല്ലാം ഉണ്ട്. ആരും കടമകളല്ല ചെയ്യുന്നത്, എല്ലാവരും പ്രിയമാണ് ചെയ്യുന്നത്. പ്രിയം വിഷയം പ്രതിയാണ്. എല്ലാവരും എല്ലാത്തിനെയും ബഹുമാനിക്കുന്നു എന്ന് പറയുന്നത് പ്രിയത്തിലാണ്. വിഷയങ്ങളോടുള്ള ചേർച്ചയിൽ എന്നെ അത് ബന്ധിച്ചു നിർത്തുമ്പോൾ മാത്രമാണ് അതെനിക്ക് ബഹുമാനമുള്ളതായിത്തീരുന്നത്. എനിക്കിഷ്ടപ്പെടാതായാൽ കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാനിച്ചതിനെ ഞാൻ താഴെയിട്ട് ചവിട്ടും. കരുണാകരനോടും ഉണ്ണിത്താനോടും ആന്റണിയോടും ഉമ്മൻചാണ്ടിയോടും ചോദിച്ചാൽ മതി. മനസ്സിലായില്ല? ഒരുപാടൊന്നും പോകണ്ട, അത്രയേ ഉള്ളൂ. എല്ലാവരും ഉന്നതന്മാരിങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കഥ പറയണ്ട. പ്രിയം വിഷയം ഷിഞ്ഞ ബന്ധനേ, അതെന്നെ ബന്ധിക്കുമ്പോഴാണ്. ഒന്ന് കസേര ബന്ധിച്ചിട്ടാകാം, ഒന്ന് മകൻ ബന്ധിച്ചിട്ടാകാം, ഒന്ന് ജുവലറി ബന്ധിച്ചിട്ടാകാം. അല്ലേ? അല്ലേ? എല്ലാം ബന്ധമാണ്. പിന്നെ എന്നെ ബന്ധിച്ചിരിക്കുന്ന സാധനം മാറ്റിവെച്ചിട്ട് മറ്റവന്റെ ബന്ധം വിളിച്ചു പറയുന്നു ചേർത്തലക്കാരൻ എന്നേ ഉള്ളൂ. മനസ്സിലായില്ല? പിടിയിട്ടില്ല. കാരണം രണ്ടു കാലയിലും മന്ത. അവൻ അരയറ്റം മുട്ടറ്റം മണ്ണിനകത്ത് കുഴിച്ചിട്ടിറങ്ങി നിന്നോണ്ടാ ഒറ്റക്കാലെ പോകുന്നവനെ മന്ദ മന്ദ എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ പണി. ബന്ധമാണിത് മുഴുവൻ. വിഷയബന്ധങ്ങളെല്ലാം വിഷമാണ്. ഇനി നമുക്ക് നോക്കാം വാചസ്പതി മിശ്രനെ. വിഷിണ്വന്തി വിഷയിണമനുബധ്നന്തി സ്വേനരൂപേണ നിരൂപണീയം കുർവന്തി ഇതി വിഷയാഹ. ഇതാ വിഷയത്തിൻ്റെ പ്രത്യേകത. അതതിൻ്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്നവനെ ആണ് ബന്ധിക്കുന്നത്.
കണ്ടാൽ മതി, ചേർന്ന് നിൽക്കുന്നവനെ ബന്ധിച്ചുകൊണ്ട് പോകും. 15 കൂട്ടുകാരോടൊപ്പം കളിച്ച് ചിരിച്ചു വരുന്നവൻ 50 പെൺകുട്ടികൾ ഒരു കോളേജിൽ നടന്നു വരുമ്പോൾ തമ്മിലൊന്ന് കണ്ടേ ഉള്ളൂ, ഈ കൂട്ടുകാരെ ഇവനും വിട്ടു, അവരെ അവനും വിട്ടു, രണ്ടുപേരും കൂടി മാറി മരത്തിൻ്റെ വീട്ടിലോട്ട് പോയി. എടാ ഇവിടെ വാടാ, ഞാൻ ഇപ്പോൾ വന്നേക്കാം, നിങ്ങൾ പൊക്കോ, ഞാനിപ്പോൾ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ ഈ പീരീഡ് കയറുന്നില്ല ക്ലാസ്സും പോയി. അവസാനമാണ് ജ്യോതിഷി വന്നിരുന്ന് പെണ്ണ് അസുരഗണം, ചെറുക്കൻ മനുഷ്യഗണം, മനുഷ്യാസുരരണം. മനസ്സിലായില്ല? വിഷയം ഇവിടെ കൊണ്ടെത്തിക്കും. എല്ലാ വിഷയവും ഇങ്ങനെയാണ്, സകല വിഷയവും. പൈസയോടാണ് ബന്ധിച്ചിരിക്കുന്നതെങ്കിൽ അതില്ലാതെ വന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക് വേണ്ട. ശരിയാണ്. കുറേ കാലം വേണ്ടാതിരുന്ന ഭർത്താവ് കാശുമായിട്ട് വന്നാൽ മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലും. ശരിയാണ്. ഞാൻ അന്ന് എന്ത് കഷ്ടപ്പെട്ടു എന്നറിയാവോ? പഴയ കഥയൊക്കെ പറയും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളു പറയും, ഉവ്വ ഉവ്വ. തന്തയും തള്ളയൊക്കെ ചെല്ലും. ശരിയല്ലേ? നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാവിടാ എന്ന് ചോദിച്ച തന്തയും തള്ളയൊക്കെ, എടാ മോനെ അന്ന് നീ ഇങ്ങനെ ആകാനല്ലേ ഞാൻ പറഞ്ഞേ. മനസ്സിലായില്ല? സംഗതിയൊക്കെ മാറ്റും. ലോകം എന്നും അങ്ങനെയാണ്. ബന്ധം മാത്രമാണ് മൃത്യു. എല്ലാ വിഷയങ്ങളും ബന്ധിക്കുന്നതാണ്. ഈ വിഷയങ്ങളൊക്കെ പ്രപഞ്ചത്തിലുണ്ട്. എല്ലാം അനുഭവിക്കാം, ഒന്നും അനുഭവിക്കാതെയും ഇരിക്കാം, എതിർച്ചയാ വന്നാൽ. മനസ്സിലായില്ല? ഇത് അനുഭവിക്കുന്നത് കൊണ്ട് വിഷയം പ്രശ്നമൊന്നുമില്ല. എതിർച്ചയാ കിട്ടിയാൽ ഒരു കുഴപ്പമില്ല. ബന്ധിച്ച് കൂടെ കൊണ്ടുപോകുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായോന്നറിയില്ല. ഈ ഭൂമിയിൽ അങ്ങനെ ചിലരുണ്ട്. എല്ലാം ആകാം, ഒന്നും ആകാൻ പാടില്ല, വരുന്നതൊക്കെ വന്നോട്ടെ, ഒന്നിനും വേണ്ടി മെനക്കെടാനൊന്നും നേരമില്ല. നിങ്ങളാകുമ്പം ചായ കുടിക്കണം, ചായ കുടിക്കാനിരിക്കുമ്പോൾ അടിയിൽ കൂടെ കാലേക്കാലി ചവിട്ടണം, ചവിട്ടിക്കഴിഞ്ഞ് പിന്നെയും വേറെ ഒരു സ്ഥലത്തേക്ക് വിളിക്കണം. ഈ സമയമൊക്കെ മൃത്യു നടന്നുകൊണ്ടായിരിക്കുന്നത്. മറ്റതൊരെണ്ണമെങ്കിൽ വന്നു കയറി അന്നാ ഇപ്പം തന്നെ അങ്ങ് അയ്യോ തീർത്തോ എന്ന് പറഞ്ഞാൽ തീർന്നു പണി. ഈ ലോകം അത്രയേ ഉള്ളൂ. എന്ത് തീറ്റയും എന്ത് കുടിയും എന്തും ഇത്ര മാത്രമേ ഉള്ളൂ. വിഷയങ്ങളെ താലോലിച്ചും വിഷയങ്ങളിൽ രമിക്കാൻ കഴിയുമെന്ന് സ്വപ്നം കണ്ടും 5 കൊല്ലം വിഷയത്തെ മനസ്സിൽ കൊണ്ടു നടക്കുക. 6ാമത്തെ കൊല്ലം കിട്ടുമ്പോൾ മനസ്സിൽ കൊണ്ടുപോയ സൂക്ഷ്മതലത്തിൽ സ്ഥൂലമായ വിഷയരുചി ഇല്ലാതെ വരിക. അപ്പോൾ വെറുപ്പുളവാകുക. മനസ്സിലായില്ല? കാണാൻ കൊതിച്ച് അതിനുള്ള സൂത്രപ്പണികൾ കാണിച്ച് പലരെയും കളിപ്പിച്ച് കാണാനൊക്കെ ശ്രമിച്ച് അവസാനം സ്വന്തമായി കഴിയുമ്പോൾ പടിക്ക് പുറത്ത് നിർത്തുക. ശരിയാണ്, ശരിയാണ്. എല്ലാ വിഷയവും ഇങ്ങനെയാണ്. അതുകൊണ്ട് വിഷയം മൃത്യുവാണ്. ആ വിഷയങ്ങളുമായി ഒരു ഭാവവുമില്ല. ആവശ്യം വരുമ്പോൾ അവയൊക്കെ ഇവിടെയുണ്ട്. എതിരിച്ഛയാ ലഭിക്കുന്നതിലൊക്കെ സന്തുഷ്ടനാണ് എന്ന് വന്നാൽ എതിരിച്ഛയാ ലാഭ സന്തുഷ്ട ദ്വന്ദ്വാതീത വിമത്സര സുഖമായി. അവന് മാത്രമേ വിഷയത്തിൽ സുഖമുള്ളൂ, അതോ വിഷയത്തിലല്ല അവനിൽ. അതില്ലെങ്കിലും അവൻ സുഖിയാണ്. മറ്റേ ഇന്നത് വേണമെന്നുണ്ട്, അതെല്ലാം ദുഃഖമാണ്. ഇതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ജനകനോട് അഷ്ടാവക്രം പറഞ്ഞത്, നീ മുക്തിയെ ഇച്ഛിക്കുന്നു എങ്കിൽ ഈ വിഷയങ്ങളെ മുഴുവൻ വിഷമെന്ന പോലെ ത്യജിക്കുക. വിഷം പ്രാണഹരം. ഇനി വീണ്ടും വേറെ എന്തൊക്കെ വേണം. അതിൻ്റെ 2ാം പാദം കുറെ കൂടെ ഗംഭീരമാണ്. അത് പലപ്പോഴും അഷ്ടാവക്രഗീത പഠിക്കുന്ന ആചാര്യന്മാരും പഠിപ്പിക്കുന്നവരും ശ്രദ്ധിക്കാത്ത ഭാഗമാണ്. ഈ ഭൂമിയിൽ എന്ത് ചെയ്താലും നീ മുക്തിയിലാണ് എന്നാണ് അഷ്ടാവക്രൻ പഠിപ്പിക്കുന്നത് എന്നൊരർത്ഥം അവസാനത്തതിൽ നിന്ന് ആദ്യം ഉൾക്കൊള്ളും.
അങ്ങനെ ആചാര്യന്മാർ തർക്കിക്കും. വിഷം പോലെ വിഷയങ്ങളെ ത്യജിച്ച് കഴിഞ്ഞവന് മാത്രമേ മുക്തിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. മമത പുലർത്തി വിഷയങ്ങളോട് പോകുന്നവന് മുക്തിയില്ല എന്ന് പറഞ്ഞു. ഇത് തന്നെ ഗീതയും പറഞ്ഞു, ഇത് തന്നെ ബൃഹദാരണ്യകവും പറഞ്ഞു, ഇത് തന്നെ ഈശാവാസ്യവും പറഞ്ഞു, ഇത് തന്നെ കൈവല്യവും പറഞ്ഞു. അപ്പൊ കൈവല്യത്തിലില്ലാത്ത, ഈശാവാസ്യത്തിലില്ലാത്ത, ഉപനിഷത്തുകളിലെങ്ങും കാണാത്ത തരത്തിൽ സ്വാതന്ത്ര്യം അഷ്ടാവക്രഗീത തരുന്നു എന്ന് ധരിച്ച് എന്തുമാകാം, ഏതുമാകാം, എന്തു ചെയ്താലും നീ മുക്തനാണ് എന്നൊരർത്ഥം കൽപ്പിക്കുമ്പോൾ ഈ ആദ്യത്തെ പാദം തന്നെ അർത്ഥശൂന്യമായി മാറും. അഷ്ടാവക്രന്റെ വാചകമാണ്. മുക്തി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? നീ ഇപ്പൊ മുക്തനാണല്ലോ എന്ന് പറഞ്ഞില്ല ജനകനോട്. മനസ്സിലായില്ല? അതിനി പറയാൻ പോകുന്നേ ഉള്ളൂ. മുക്തനല്ലാത്തത് കൊണ്ടാണ് ചോദിച്ചത്. പിന്നെ നീ മുക്തനാണെന്ന് പറഞ്ഞാൽ മുക്തിക്കുള്ള ഉപായം നിന്നെ ബന്ധിക്കുന്ന വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾ വഴി. അതെങ്ങനെയൊക്കെ ബന്ധിക്കും മുമ്പ് കണ്ടു. ഇനി അതെങ്ങനെ തുടരും? ബന്ധിച്ച് അവിടെ നിർത്തുകയൊന്നുമില്ല. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും എല്ലാം വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ. ഭൂതത്തിലില്ല, ഭാവിയിലുമില്ല. എന്നാൽ അതിൻ്റെ എല്ലാം പ്രകടനം ഭൂതത്തിലും ഭാവിയിലും ഉണ്ട്. അച്ഛൻ എല്ലാത്തിലും ഭത്സിക്കുക മാത്രമേ ഉള്ളൂ മകളെ. അവളെ ഒരാൾ വിവാഹം കഴിച്ചു കൊണ്ടുപോയി. അയാൾ ഒരു വാക്കുപോലും ശകാരിക്കുന്നില്ലെങ്കിലും അയാളുടെ വാക്കൊക്കെ അവൾ കേൾക്കുന്നത് ശകാരമായിട്ടാണ്. മനസ്സിലായില്ല? യഥാർത്ഥത്തിൽ അവളുടെ വർത്തമാനമായ ഭർത്താവ് ഇപ്പം ഇല്ല. അവളുടെ മരിച്ചുപോയ തന്ത ഇപ്പോഴും ഉണ്ട്. മനസ്സിലായില്ല? ഭർത്താവ് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും, നാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടെന്ന് പഞ്ചായത്ത് പറഞ്ഞാലും ഒരു രക്ഷയും ഉണ്ടാവില്ല. ഇയാളെപ്പോഴും എന്നെ പീഡിപ്പിക്കുകയാണെന്ന് പറയും. കാരണം ഈ തന്തയെ ഓർമ്മ വരികയാണ് അയാളുടെ അടുക്കലെത്തുമ്പോഴൊക്കെ. ഇത് ശരിപ്പെടുത്താൻ സൈക്യാട്രിസ്റ്റിനാവില്ല, സൈക്കോളജിസ്റ്റിനും അത്ര എളുപ്പമാവില്ല. മനസ്സിലായില്ല? നാട്ടുകാർക്കും പറ്റില്ല. നാട്ടുകാരാകപ്പെടെ അസ്വസ്ഥരാകും. കാരണം ഇവനെ വളരെ നല്ലവനായിട്ടാണ് നാട്ടുകാർ കാണുന്നത്. ചെല്ലുന്നവരെല്ലാം വളരെ സ്നേഹമായി പെരുമാറുന്നവനായിട്ടാണ് കാണുന്നത്. ഇവക്ക് മാത്രം എപ്പോഴും ഭയമാണ്. കാരണം ഇവൾക്ക് ഓർമ്മ വരുന്നതൊക്കെ അവൾ കാലനെ പോലെ ഭയപ്പെട്ടിരുന്ന അച്ഛനെയാണ്. ഇയാൾ അനങ്ങിയാൽ പേടിയാവും. മക്കൾ പ്രായമായി വരുമ്പോൾ മകൻ ചോദിച്ചു, അമ്മ എന്തിനാ നിലവിളിക്കുന്നത്? എടാ അച്ഛനതിന് ഇവിടെ ഇല്ലല്ലോ, അച്ഛൻ അപ്പുറത്തെ മുറിയില്ലേ, നീ കണ്ടില്ല, ഇപ്പം ഇതിലെ കടന്നുപോയി, എന്നെ അയാൾ കൊല്ലും. മനസ്സിലായില്ല? അതിന് അച്ഛനിവിടെ വന്നില്ലമ്മേ. ഒടി മകൻ പിടിച്ചോണ്ട് പോവും പ്രാന്താശുപത്രിയിലേക്ക്. അപ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയൊക്കെ വേണ്ട രീതിയിൽ അകത്ത് കയറിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ വിഷമാണ്. വർത്തമാനത്തിൽ മാത്രമല്ല, ഭാവിയിലും. ഒരിക്കൽ കേട്ട ശബ്ദവും ആളും മരിച്ചുപോയാലും തുടർന്നു നിൽക്കും. എൻ്റെ അനുഭവം നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഉപദേശിക്കാം. അങ്ങനല്ലേ പറയാ? അങ്ങനല്ല പറയാ? അങ്ങനല്ലേ നിങ്ങൾ പറയാ? ഈ കാലമാടനെ കൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് എത്രയാണെന്ന് സ്വാമിക്കറിയോ? സ്വാമിക്ക് പറയാം, സർവതന്ത്ര സ്വതന്ത്രനല്ലേ. ഇതനുഭവിക്കുന്നവർക്കേ അനുഭവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? എന്തുകൊണ്ടാണ് ഇത് വരുന്നത്?
ശബ്ദം വിഷമായി തീർന്നതാണ്. ഇപ്പോൾ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും എല്ലാം അല്ലാതെ സ്വസ്ഥതയെ മുഴുവൻ കെടുത്തുന്നതാണ്. അതുകൊണ്ട് അതിനെ മുഴുവൻ ഒന്നിച്ച് ത്യജിക്കുക. വിഷമെന്ന പോലെ ആ വിഷം അപ്പോഴുണ്ടാക്കുന്ന മൃത്യു, അകത്ത് കിടന്ന് പൊട്ടിപ്പഴുത്തുണ്ടാക്കുന്ന മൃത്യു. അത് നേരത്തെ സൂചിപ്പിച്ചു. ഇന്ദ്രിയജനിതാനുഭവങ്ങൾ, ഇന്ദ്രിയജനിതാനുഭവ ഉൽപ്പന്ന വാസനകൾ എന്ന് രണ്ട്. ഇന്ദ്രിയങ്ങൾ ഉളവാക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് സൂക്ഷ്മമായ അംശം മനസ്സായിത്തീർന്ന് അവിടെ കിടക്കും. ഇപ്പം അത്തരം രോഗങ്ങൾ കൂടി വരിക. സാഹിത്യവും സാഹിത്യകാരന്മാരും കലാകാരന്മാരും പണ്ടുകാലത്ത് ഇന്ത്യയിലെ സാൻമാർഗിക ജീവിതത്തിൻ്റെ ഫലമായി ഉണ്ടാകാത്ത എല്ലാ രോഗങ്ങളുടെയും ഈറ്റില്ലമായി ഇന്ത്യ വളരുകയാണ്. പണ്ട് കാലത്ത് കാണാത്ത വിധത്തിൽ 40-50 വയസ്സ് കഴിഞ്ഞാൽ അൽസീമേഴ്സ് കേട്ടിട്ടുണ്ടോ? ചെറുപ്പത്തിലെ മുഴുവൻ ഓർമ്മിക്കുക, ഇപ്പോൾ ഉള്ളതൊക്കെ ഓർമ്മിക്കാതിരിക്കുക. ആരെങ്കിലും വിളിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പഠിച്ചൊരുത്തൻ്റെ പേര് പറഞ്ഞ് തങ്കപ്പ ഇവിടെ വായിരിക്കുന്നൊക്കെ പറയുക. കണ്ടിട്ടുണ്ടാവും? ഇല്ല, കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല? ഉണ്ട്. മിക്കവാറും വീടുകളിലൊക്കെ ഒരെണ്ണം വെച്ചുണ്ട്. അവിടെ തന്നെ ഒരു ഡോക്ടറും ഉണ്ടാവും. ഡോക്ടറായാലും എഞ്ചിനീയറായാലും സന്യാസിയായാലും ഒക്കെ ആശ്രമങ്ങളിൽ ചെന്നാലും കാണാം. തപസ്സും സ്വാധ്യായവും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും വയസ്സായപ്പോൾ ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്ത് രക്ഷപ്പെടുമെന്നാണ് ചോദിക്കുന്നത്. ശിഷ്യന്മാർക്ക് 2 കൊല്ലം കഴിയുമ്പോൾ പേടി തുടങ്ങുകയാണ്, ഗുരുവിനെ പോലെ ആകുമല്ലോ. മക്കൾക്ക് പേടി തുടങ്ങുകയാണ്, അച്ഛനെ പോലെ ആകുമല്ലോ. എങ്ങനെ ആകാതിരിക്കും? വിഷയങ്ങളോടുള്ള അമിതമായ പ്രതിപത്തിയിൽ വിഷയങ്ങളെല്ലാം ക്രമാനുഗതമല്ലാതെ ആഹരിക്കുമ്പോൾ ഇതെല്ലാം വലിച്ചു വാരി തിന്നരുത്. ഇതിനൊരു അടുക്കും ചിട്ടയൊക്കെ വേണം തിന്നാൻ. TV പോലും ഒരെണ്ണം ഓൺ ചെയ്തു 10 മിനിറ്റ് തികച്ച് കാണുന്നതിന് മുമ്പ് അടുത്തത് ഓൺ ചെയ്യും. അതും ഇതൂടെ കലരും. മനസ്സിലായില്ല? ബ്രെയിൻ അടിച്ചു പോവും. അതിന് ജപിക്കാനൊരു മാലയും കൈ തന്നിട്ടുണ്ട്. മനസ്സിലായില്ല? ബ്രെയിനൊരു പെർസെപ്ഷനുണ്ട്, അതിൻ്റെ അതിർത്തികൾ വിട്ടാണ്. ഒരു ഭാഗത്ത് കണക്ക് ചെയ്യുകയും വേറൊരു ഭാഗത്ത് പാട്ട് കേൾക്കുകയും ചെയ്യുകയാണ്. മനസ്സിലായില്ല? പാട്ട് കേൾക്കുമ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗമാണ് തുടിക്കുന്നത്, ഏത് തരംഗങ്ങളാണ് ഉത്തീർണമാകുന്നത്, ഏതാണ് അവതീർണമാകുന്നത്? കാരണം വികാരങ്ങളിൽ ജന്യമാകുന്ന തരംഗാവലികളേവ, വിചാരത്തിലെ തരംഗാവലികളേവ, ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും തരംഗങ്ങൾ മസ്തിഷ്ക പര്യങ്കാധരദേശങ്ങളിൽ ചരകനും മറ്റും കണ്ടെത്തിയ ചില സത്യങ്ങളുണ്ട്. മസ്തിഷ്കത്തിൻ്റെ കോശങ്ങളും ത്വക്കിൻ്റെ കോശങ്ങളും ഒരേ വർണ്ണവസ്തുവാണ്. അപ്പോൾ ആ മസ്തിഷ്കത്തെ ത്വരിപ്പിക്കാനൊരുങ്ങുമ്പോൾ, ഗണിതയുക്തികളുടെ ലോകങ്ങളിലേക്ക് പോകുമ്പോൾ ഇടതു പാർശ്വത്തിനുണ്ടാകുന്ന ശാക്തിക സമ്മർദ്ദങ്ങൾ, ഗാനവും മറ്റും കേൾക്കുമ്പോൾ വലതു പാർശ്വത്തിനുണ്ടാകുന്ന വികാരവായ്പ്, ഇവ ഒരേ സമയം ജനിപ്പിക്കുമ്പോഴുണ്ടാകുന്ന വൈകല്യങ്ങൾ. മനസ്സിലാകുന്നില്ല? ഇതൊക്കെ അവിടെ രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ അവയെ ചേർത്ത് രേഖപ്പെടുത്തുന്ന മസ്തിഷ്ക കോശങ്ങളുടെ പ്രത്യേകതകൾ. അപസ്മാരം വരുന്നൊരു പെൺകുട്ടിയിൽ
അപസ്മാരത്തിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ എവിടെ നിന്ന് വരുന്നൊരു ഭക്തിഗാനത്തിലാണ് ഇവൾക്ക് അപസ്മാരം വരുന്നത്. ആ ഗാനം ഉണ്ടായാൽ ഇവൾക്ക് അപസ്മാരം ഉണ്ടാവും. MRI സ്കാനിൽ ബ്രെയിനിൽ കുഴപ്പമൊന്നുമില്ല. EEGയിൽ എപ്പിലെപ്റ്റി ഫോം ഇല്ല, എന്നാലും അപസ്മാരം ഉണ്ടാവും ബിഹേവിയറിൽ. അപ്പോഴാണ് അവളുടെ ബോധതലങ്ങളെ കൂടുതൽ പര്യവേക്ഷണം ചെയ്യുവാനൊരുങ്ങിയത്. ബലത്തിലെത്തിയത് അവളുടെ അമ്മ മരിക്കുന്നതും ഈ ഗാനം അടുത്ത അമ്പലത്തിൽ നിന്ന് കേൾക്കുന്നതും ഒരുമിച്ചായിരുന്നു. അവൾ ഗാനം ആസ്വദിക്കുകയല്ല, ആ ഗാനം അവളുടെ മസ്തിഷ്കത്തിൽ ചലനമുണ്ടാക്കുന്നത് അത്രയും അമ്മയുടെ മൃത്യുവായിട്ടാണ്. മനസ്സിലായില്ല? ഇതൊന്നും അറിയാത്ത, പണ്ടുകാലത്തെ വിദ്യാഭ്യാസമില്ലാത്തവർ ഇങ്ങനെയൊന്നും പഠിക്കരുതെന്ന് പിള്ളേരോട് പറഞ്ഞിരുന്നു. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. ഇന്നത്തെ വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ മക്കൾക്ക് ഒരു വാക്കുമാനം മേടിച്ചു കൊടുത്ത് ചെവിയിലേക്ക് 2 എണ്ണവും കുത്തിക്കയറ്റി ഇരുന്ന് കമ്പ്യൂട്ടറും അത് വെച്ചുകൊണ്ടിരുന്ന് കണക്കും അത് വെച്ചുകൊണ്ടിരുന്ന് എഞ്ചിനീയറിങ്ങിൻ്റെ പാഠങ്ങളും, മനസ്സിലായില്ല, അത് വെച്ചുകൊണ്ടിരുന്ന അധ്യാപകൻ പേപ്പർ നോട്ടവും, ശരിയാണ്, അത് വെച്ചുകൊണ്ടിരുന്ന സന്യാസി തലയൊക്കെ ആട്ടിക്കൊണ്ട് വേദപാഠവും, ശരിയാണ്, മനസ്സിലായില്ല. സ്വാമിമാരുടെ ചെവിയിലുണ്ട് ഇത് രണ്ടും. ഇത് വെച്ചുകൊണ്ടിരുന്നിട്ടാണ് വേദം ചൊല്ലുന്നത്. ചൊല്ലുന്നതിനിടയിൽ ഈ പാട്ടിൻ്റെ അനുസരിച്ച് ശരീരവും ആടും, വേദവും ചൊല്ലും. മനസ്സിലായില്ല? പാട്ടോ അത് ലജ്ജാവതിയെയുമാണ്. അതാണ് കഷ്ടം. സമഗ്രമല്ലാത്ത മാനവചിന്തയുടെ ഈ പോക്കാണ് വിഷയങ്ങൾ വിഷമായിത്തീരുന്നതിൻ്റെ തലങ്ങളിൽ എടുക്കുന്നതെങ്കിൽ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉദ്ബുദ്ധ സൂക്ഷ്മ ശരീരത്തിൻ്റെയും ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസന അനുദ്ബുദ്ധ കാരണ ശരീരത്തിൻ്റെയും തലങ്ങളും കൂടെ പഠിക്കണം. പുറം പഠിച്ചാൽ പോരാ. എൻ്റെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടുണ്ടാക്കിയ അനുഭവങ്ങളുടെ വാസനകളാണ് കയ്പും എരിവും മധുരവും എല്ലാം. മനസ്സിലായില്ല? കുരുമുളകിൻ്റെ അതേ വലിപ്പത്തിൽ കാട്ടുകുരുമുളക് കണ്ടാലും കുട്ടി കടിക്കാൻ അറയ്ക്കും. മനസ്സിലായില്ല? കുരുമുളകിന് എരിവാണ്, ശരിയാണ്. കാട്ടുകുരുമുളകിന് കയ്പുമാണ്, കടുത്ത കയ്പാണ്. രണ്ടും ഒരുപോലെ ഇരിക്കും. ഉണങ്ങിയാൽ അല്പം പോലും മധുരം ഉണ്ടാവില്ല. പക്ഷെ കടിക്കാൻ മടിക്കുന്നത് അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധത നിമിത്തമാണ്. തൻ്റെ വീട്ടിൽ വളർത്തിയ പട്ടിയെ കൈകാര്യം ചെയ്ത കുഞ്ഞിനെയും കൊണ്ട് അടുത്ത വീട്ടിലെത്തുമ്പോൾ കുഞ്ഞു പട്ടിയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലും, കടിയും വാങ്ങിക്കും. മനസ്സിലായില്ല? ഇന്ദ്രിയജനിത വാസന, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധത കൊണ്ടാ കടി കിട്ടുന്നത്. പിടികിട്ടിയില്ല. ഇങ്ങനെ ഒരുപാടുണ്ട്, ഒരുപാട്. പാല് കുടിച്ച കുഞ്ഞ് കലക്കി വെച്ച ചുണ്ണാമ്പ് വെള്ളവും കുടിക്കും. മനസ്സിലായില്ല? വയറ് പൊള്ളും. കാരണം അത് പാലാണെന്നോർത്താ കുടിച്ചേ. വിദേശമദ്യം കഴിക്കുന്ന കാർന്നോര് മിടുക്കനായ മകൻ്റെ മൂത്രവും കുടിക്കും. മനസ്സിലായില്ല? അവനൊരു കുപ്പിയിൽ ഇത് ഒഴിച്ചു വെച്ചാൽ നിറമൊക്കെ ഇതുപോലെ തന്നെയാണെങ്കിൽ കാർന്നോര് കുടിച്ചിട്ട് പുളിയാണ് മദ്യത്തിനെന്ന് പറയും. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന
കപ്പലിലും സ്റ്റാർ ഹോട്ടലിലും ഒക്കെ ഈ പണി ഉണ്ടെന്നാണ് ഒരു ക്യാപ്റ്റൻ